മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ ദിവസം സക്കറിയ 4:6, The book of Zechariah chapter 4 verse 6. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യും. ആന്തരിക ബലം ബാഹ്യബലത്തേക്കാൾ പ്രധാനമാണ്. ജീവിത വിജയരഹസ്യം ഭൗതിക ശക്തിയല്ല, ആത്മീയ ശക്തി. ഒരു വ്യക്തിയുടെ ശക്തി കരബലമല്ല, ആന്തരികവും മാനസികവുമായ ശക്തിയാണ്. നാം മാനസികമായി തളരാതിരുന്നാൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ബാബിലോണിൽ നിന്ന് കാനാനിൽ മടങ്ങിയെത്തിയ യഹൂദന്മാർ ജെറുസലേം നഗരവും ദേവാലയം പുതുക്കിപ്പണിയുവാൻ ആരംഭിച്ചു. ശത്രുക്കൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചതിനാൽ പുരോഗതി തടസ്സപ്പെട്ടു. ജനം മോഹഭംഗത്തിലായി. പ്രവാചകൻ ഈ സാഹചര്യത്തിൽ സങ്കടപ്പെട്ടു. നിരാശ പ്രവാചകനെയും ബാധിച്ചു. അപ്പോൾ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പ്രവാചകന്റെ ആത്മബലം ഉറപ്പിച്ചു. ഇസ്രായേലിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ അവർക്ക് വിജയം നേടിക്കൊടുത്തത് സൈന്യബലമായിരുന്നില്ല, ആത്മബലമായിരുന്നു എന്ന് പ്രവാചകന് ബോധ്യമായി. ആധ്യാത്മിക ബലമുണ്ടെങ്കിൽ ജയം നിശ്ചയമാണ്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ എന്നുള്ള അടിസ്ഥാന വിശ്വാസത്താൽ നമുക്ക് ആത്മബലമുണ്ടെങ്കിൽ നമ്മെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ആന്തരിക ശക്തിയുടെ മുമ്പിൽ മല പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകിപ്പോകും. നമ്മെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നാം വിശ്വസിച്ചാൽ നാം ധീരന്മാരാകും. ജീവിത വിശുദ്ധിയും സ്വയം രഹിതമായ ജീവിതവും ഉണ്ടെങ്കിൽ നമുക്ക് ആന്തരിക ശക്തി ലഭിക്കും. നമുക്കെതിരായ കുറ്റാരോപണങ്ങളും എതിർപ്പുകളും സംഘടിത ആക്രമണങ്ങളും ഉണ്ടാകുമ്പോൾ ആത്മധൈര്യം വിടാതിരുന്നാൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ആത്മബലമില്ലാത്തവന്റെ ശരീരബലം നിഷ്പ്രയോജനമാണ്. നമുക്ക് ശരീരബലത്തെക്കാൾ ഉപരിയായി ആത്മബലമാണ് ആവശ്യം. അത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.